ഒരു വീട്ടിൽ യാദൃശ്ചികമായി പോയപ്പോൾ 2 റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളാണ്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു നട്ടുച്ച സമയത്താണ് ആ വീട്ടിൽ കയറി ചെല്ലുന്നത്. അപ്പോൾ 2 മക്കൾ, 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളും വിദേശത്താണ്. ഈ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഉന്നതമായ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്താണ്. 2 പേർക്ക് കൂടി ഒരു മാസം 1 ലക്ഷം രൂപയെങ്കിലും പെൻഷനായി കിട്ടുന്നുണ്ടാകും. അത്രയും വലിയ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്തതാണ്. ഒരു നട്ടുച്ച സമയത്ത് ഞാൻ വീട്ടിൽ കയറി ചെന്നു. സാധാരണഗതിയിൽ മലയാളികളുടെ വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമ്മളെന്താ ചോദിക്കുക? ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കില്ലേ? സാധാരണഗതി നമ്മൾ ചോദിക്കും. നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഇനി നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാമെന്നുള്ള താല്പര്യത്തോടു കൂടി ചോദിക്കും. ഇവരെന്ത് ചെയ്താലും അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞങ്ങളും കഴിച്ചില്ല, പക്ഷേ ഞങ്ങൾ സാറിനെ വിളിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്തേ? ഞങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. ചോദിച്ചാൽ അതെന്താ? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം വേണ്ടേ? ഞങ്ങൾക്ക് സന്തോഷമില്ല. അതുകൊണ്ടെന്താ, രാവിലെ ഞങ്ങളൊരു ചോറും ഒരു മോര് കറി ഉണ്ടാക്കിയാൽ 3 നേരവും ഞങ്ങൾ അതാണ് കഴിക്കുന്നത്. 1 ലക്ഷം രൂപ പെൻഷനായി കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിലെ സ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഒരിക്കലും പണമല്ല എന്നതാണ്. ചില ആളുകളുടെ ധാരണ പണമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്നതാണ്. ഒരിക്കലുമല്ല. പണം ഒന്നിൻ്റെയും മാനദണ്ഡമല്ല. ഒന്നിച്ച് കൂടിയിരിക്കാൻ, വർത്തമാനം പറയാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഏറ്റവും സന്തോഷമുണ്ടാവുന്ന അതാണ്.